എനിക്കിനി ഇതിന് സഹിക്കാൻ പറ്റില്ല. ഞാൻ എത്ര വർഷമായി ഞാനിത് സഹിക്കുന്നു. ഒരു തരത്തിൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റണില്ല. എനിക്കിത് സഹിക്കാൻ വയ്യ. എത്ര വർഷമായി ഞാനിത് അനുഭവിക്കുന്നു. നാളെ ഒന്ന് എന്നെ വന്ന് വിളിക്കൂ. ഞാൻ ഇറങ്ങി വരാം. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്ന് വരുമോ? ഇല്ല, ഞാൻ വിളിക്കണ കാര്യം ആർക്കറിയില്ല. ഇത് അയാളുടെ ഫോണാ. നാളെ വരുമോ? ആരുടെ ഫോണിലെ? ആരില്ല. നീ ഇറങ്ങി വരാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലേട്ടാ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ എന്താ ഞാൻ പൊട്ടണെന്ന് വിചാരിച്ചാ? കുറെ നാളെ രണ്ടാളും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കണു. കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ആരുടെ കൂടെ എവിടെയും പോണില്ല. ചാവണ വരയ്ക്കും ഇവിടേക്ക് ഈ കിഴിക്കെടുക്കും. എത്ര? 70 രൂപ. ഇവിടെ ഈ സുഗതൻ എന്ന് പറയുന്ന ആളുടെ വീട് എവിടെയെന്ന് അറിയാമോ? സുഗതനെ അറിയില്ല. 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 ആ, ശരി. അതെ, ഹലോ. ഈ ലോറി ഓടിക്കണ സുഗതൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് ഏതാ? സുഗതന്റെ വീടോ? സുഗതന്റെ വീട് ഭയങ്കര ഈ വഴിയോ? ഈ വഴി നേരെ അങ്ങ് പോയാൽ മതി. ഈ വഴി തന്നെയാണ്. ശരി. നടക്കൂ. സ്റ്റാർട്ടാണില്ലല്ലോ. പെട്രോള് തീർന്നു പോയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ. ഈ വണ്ടിക്ക് കിക്കറുമില്ലേ? ഇല്ല, എടുത്തപ്പോ സെൽഫ് എടുത്തതാണെന്ന്. നമുക്ക് പമ്പൂരം തള്ളി നോക്കിയാലേ പെട്രോൾ തോന്നണ. ഇത് അനക്കൂല. മോനെ ഓ, ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെയല്ലേ? വട്ടപ്പാറ എന്ന് പറഞ്ഞ ഈ പരിസരമാണ് അല്ലേ? ഇവിടെ ഈ വഴിക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സുഗതൻ എന്ന് പറയുന്ന രക്ഷ അറിയാമോ? സുഗതൻ പറഞ്ഞ 3-4 സൂതനുണ്ട് ചേട്ടാ ഈ പരിസരത്തെ. അപ്പൊ അഡ്രസ് അറിയോ? അഡ്രസ് ഇപ്പൊ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. ആണോ? ഡ്രൈവറാണ് ആള്. ഡ്രൈവറാ? ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഒന്നുമില്ല. വന്ന് താമസിക്കാണോ പുള്ളി? അതെ അതെ. വാടകയ്ക്ക് വേറെ എവിടെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു. ആളെ മനസ്സിലായി. അതേ, ആകെ തെറ്റി ചേട്ടന്. ഇപ്പൊ ഈ എവിടെന്നാ പറഞ്ഞത്? ഇപ്പൊ അവിടുന്ന് അധികം നടന്നാ? ഇല്ല, കുറച്ച് നടന്നില്ല. ഓട്ടോറിക്ഷയിൽ ഇപ്പൊ ഇറങ്ങി. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓട്ടോറിക്ഷ ഇറങ്ങിയോടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് മുമ്പിലേക്ക് നടക്കുക. അങ്ങോട്ട് പോണം. 100 മീറ്റർ അങ്ങോട്ട് തന്നെ പോയിട്ട് ഫസ്റ്റ് റൈറ്റ് തിരിയാ. ഫസ്റ്റ് റൈറ്റ് തിരിഞ്ഞിട്ട് ഒരു 100-150 മീറ്റർ നടക്കാനേ ഉള്ളൂ. അങ്ങോട്ട് നടക്കാൻ നേരത്ത് 2 സൈഡിലോട്ട് ഇങ്ങനെ വഴി തിരിയുന്നുണ്ട്. മനസ്സിലായ? അങ്ങാടും ഇങ്ങാടും തിരിയുന്നുണ്ട്. ഇങ്ങാടും ഒരു വഴി കിടപ്പുണ്ട്. ഇങ്ങോട്ടുള്ളതല്ല, നേരല്ല. ഇത് പോകരുത്. ഇങ്ങാട് തിരിയണം. ഇങ്ങാട് തിരിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകാൻ നേരത്ത് ഇവിടെ ഒരു കുളമുണ്ട്. ഒരു പഞ്ചായത്ത് കുളമുണ്ട്, ഇങ്ങനെ കെട്ടൊക്കെ ഉള്ളത്. ആ കുളത്തിന്റെ അരികിൽ കൂടി ഇങ്ങനെ പോകാൻ നേരത്ത് ഒരു ഇന്ദിരാന്തിയുടെ പ്രതിമ നിൽക്കും അവിടെ. അതിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പ്രിയദർശിനി റോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. പ്രിയദർശിനി റോഡ്. അതിന്റെ ഇവിടെ അയ്യോ അയ്യോ പിടിച്ച എന്തുപറ്റി? ഒന്ന് പിടിച്ചതാണ്. മനസ്സിലായില്ല എനിക്ക്. അതായത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നടന്നു പോണം. അപ്പൊ രണ്ടായിട്ട് തിരിയും. രണ്ടായിട്ട് അപ്പൊ തിരിയൂല. ആദ്യം റൈറ്റിലോട്ട് തിരിയും. റൈറ്റിലോട്ട് ഒരു 150 മീറ്റർ ചെല്ലുമ്പോ ഇങ്ങനെ രണ്ട് വഴി. നേരെ പോകാൻ പാടില്ല. നേരെ പോകരുത്. ഈ വഴി പോകണം. ഈ വഴി പോകണം. പോയി തിരിഞ്ഞിങ്ങനെ ചെല്ലാൻ നേരത്ത് കുളം. കുളത്തിന്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരാൻ നേരത്ത് പ്രതിമ. ഇന്ദിരാന്തിയുടെ പ്രതിമയുണ്ട്. ശരി. അതിന്റെ ഇതിലെ കൂടി പ്രിയദർശിനി റോഡ്. പ്രിയദർശിനി റോഡ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ തന്നെ ഇവിടെ കലിങ് പറഞ്ഞില്ല. ഇവിടെ ഒരു കലിങ്കുണ്ട്.
ഇവിടെ കാണുന്ന വീടാണ്. ആ മനസ്സിലായോ? ഓ എന്നാ പിന്നെ ഞാനവിടെ പോട്ടെ. എവിടെ ഇരിക്കി, ക്ലിയർ ആക്കി തരാ. അല്ല മനസ്സിലായല്ലോ അപ്പൊ. അവിടെ ഇരിക്കുന്നു. ഇരിക്കി. എന്താ ഈ പ്രായമായവരായോണ്ട് വഴി തെറ്റിച്ച് പറയും. ഇപ്പൊ പരിചയമില്ലാത്ത ഒരാളായോണ്ടാണ്. ഇത് സുഗതൻ വാടക താമസിക്കുന്ന വീടാണ്. ഇവിടെ ചെന്നിട്ട് സുഗതനെ കണ്ടില്ലെങ്കിൽ തൊട്ട് സൈഡില് എന്റെ ഓണറുടെ വീടുണ്ട്. ഇതിപ്പോ സുഗതന്റെ വീടാണെങ്കിൽ ഇത് ഓണറുടെ വീടാണ്. ഓണറുടെ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ആരുമില്ല, എപ്പോ വരുമെന്ന് ചോദിച്ചാൽ അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. മനസ്സിലായോ? ഇതിന്റെ ഇടയിൽ ഒരു മതിലുണ്ട്, അത് കുഴപ്പമില്ല. ശരി കേട്ടോ. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ കഥച്ചേ പിന്നെ ഞാനോട് നേരെ പോയിക്കോ. വണ്ടി പെട്രോൾ ഇല്ല, അല്ലെ കൊണ്ടുപോയി ആക്കി തരായിരുന്നു. മനസ്സിലായി. പറയണോ? ഏയ് വേണ്ട 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 പിടിക്കണ. ഏയ് വേണ്ട. എന്നാ ശരി കേട്ടോ. ഓക്കെ. എടേ എനിക്കറിയാ ഈ ഊളനെയൊക്കെ അന്വേഷിച്ച് എന്തിനാ നമ്മുടെ നാട്ടിലെ ആള് തന്നെ. അയാള് കൊറേ നടക്കട്ടെ എവിടെയെങ്കിലും ഒക്കെ. ഇതിപ്പോ നേരത്തെ പോയ അതേ സ്ഥലം തന്നെയല്ലേ? അതെ മോനെ. മോനെ ഇവിടെ ഈ സുഗതൻ എന്ന് പറയുന്ന ആളുടെ വീട് എവിടെ അറിയോ? സുഗതനോ? ആ ഡ്രൈവറാണ്, ലോറി ഡ്രൈവറൊക്കെ. ഈ വഴിയാണ് കേട്ടോ. ഈ വഴിയാണ്. സുഗതനല്ലേ? ഈ വഴി. അതെയോ? ആ എന്നാ ശരി. ഓക്കെ. ഏത് മുക്കാണിത്? അന്റെ വാപ്പാനെ പോയി വിളിക്കണ വെച്ചാലേ നമുക്ക് എവിടെ ചിരിക്കണ അള്ളഹിമാറെ. എന്റെ വാപ്പാർത്തമാരെ പോയി വിളിക്ക്. കൊറ്റനാട് നിന്ന് ഞാനല്ല കൊറ്റനാട്. മിക്കങ്ങള് കുടുംബത്ത് വറക്കണ്ടേ? പോയിക്കാ വന്നീച്ച് ഇന്നോട് കളിക്കണ്ടതാ. അതെ ഈ വഴിയിൽ എവിടെയോ സുഗതൻ എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ട്. ഇപ്പൊ ഏതാ വീടറിയില്ല. സുഗതൻ. സുഗതനാ? സുഗതനെ അറിയാത്ത ആൾക്കാരുണ്ടോ? അത് ഇങ്ങടല്ല, അത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അങ്ങട് നടക്കണോ? അല്ല ഞാൻ പോയിക്കാ. അങ്ങടാണ് സുഗതന്റെ വീട്. സുഗതന്റെ വീടിന്റെ തൊട്ടല്ലേ നിന്റെ മോളെ കല്യാണം കഴിച്ച അറിയില്ല? അയ്മുട്ടിയാജിനെ അറിയില്ലേ? അയ്മുട്ടിയാജി എന്തായി പറയണ? അയ്മുട്ടിയാജി ഇവിടെ ഫേമസ് ആണ് അവര്. ശരി. വെളുത്താട്ട് അയ്മുട്ടിയാജി എന്നാ പറയാ. ഏത്? വെളുത്താട്ടിലെ. വെളുത്താട്ടിലെ അയ്മുട്ടിയാജി എന്നാ പറയാ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഇവിടൊക്കെ ഈ പ്രദേശമൊക്കെ പാടങ്ങളായിരുന്നു. ആ നെല്ല് കംപ്ലീറ്റ് ഇതിന്റെ കൊയ്ത്തും മെതി നിറച്ച് പണിക്കാരും എത്ര പശുക്കളാർന്ന് വെച്ചിട്ട് അയ്മുട്ടിയാജിന് അവിടെ. അതാ ഗംഭീരാർന്ന് അവര്. ഇത് അങ്ങടാണ് നടക്കേണ്ടത്. ഇത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അങ്ങടാണേ. നിങ്ങളുടെ നിന്റെ കൂടെ വരി. ഞാൻ അങ്ങടല്ലേ പോയി പോണേ. പിന്നെന്താ മുട്ടാജിനെ ഈ പ്രദേശത്ത് അറിയാത്ത ആൾക്കാരില്ലേ? അവരെന്ന് പറഞ്ഞാല് കാലില് ചെരുപ്പ് അല്ല അത് ചെറുപ്പം മുതലേ ഉള്ളതാ. എന്റെ അത് അങ്ങനെ തന്നെ. ഈ അയ്മുട്ടി ഹാജി എന്ന് പറഞ്ഞാൽ അയ്മുട്ടി ഹാജിർ അവിടെ അന്നത്തെ കാലത്ത് 3 ആനയാണ് മൂപ്പരുടെ വീട്ടിലെ. ഇനിയിപ്പോ എത്ര കണ്ട് നടക്കണം? പിന്നെ അതെത്തിയല്ലോ അതെത്തി. അപ്പൊ അവരൊരു മഹിമ പറഞ്ഞതില്ലാന്ന് ഞാൻ പറയാ. അത്ര ആൾക്കാരുടെ തീറ്റി പോറ്റിട്ടുള്ള കുടുംബാണ് അതെ. അപ്പോ ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ സുഗതന്റെ വീട്. ഇതോ? ഇതാണ് നിങ്ങൾ അന്വേഷിച്ച താസുന്ദാര് സുഗതന്റെ വീട്. 1-ാം നില വീടല്ലേ? അതേ കാലത്ത് വന്നിട്ടാണ്. എന്റെ പൊന്ന് കാക്ക, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്താണ് ഇത്? ഏത് സുഗതൻ? ഞാൻ ചോദിച്ചത് ഏത് സുഗതൻ? റബ്ബുലാലമീനായ തമ്പുരാന് ഞാൻ ഇപ്പൊ സഹായിച്ചത് ഇപ്പൊ അതിലും വലിയ അടങ്ങണായോ? ഞാനപ്പൊ നിങ്ങൾ ഏത് സുഗതനെന്ന് എന്നോട് പറയണ്ടേ? സുഗതൻ എന്ന് പറഞ്ഞ പിന്നെ ഇതാണ് ഇവിടെ അറിയപ്പെടുന്ന ഒരു സുഗതൻ. ഇനിയിപ്പൊ ഈ വഴി മുഴുവനും ഞാൻ അങ്ങോട്ട് നടക്കണ്ടേ? അപ്പൊ ഇതല്ലേ? എന്നാ വേറൊരു സുഗതന്റെ അത് കാണിച്ചേ.
വേറെ ഏത് സുഖതനെ കാണിച്ചാൽ എനിക്ക് അല്ല ഇക്കറിയണ സുഖതന കാണിച്ചാരാ അല്ലെങ്കിൽ നിങ്ങള് പറയണ്ട എന്നെ സുഖതനാന്ന്. ഇങ്ങനെ സുഖതന എന്താ പണി? എന്നാ ശരി, ഏ വലിയ ഉപകാരം. അല്ലല്ല ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക്. ഞാൻ നിങ്ങളെ സഹായിക്കാനായി ഞാൻ പഴിച്ചിട്ടല്ലേ. ഹലോ ഹലോ, ആ ആരാണ്? ഇറച്ചിയോ? ചന്തയിലെ ഇറച്ചിയോ? മുട്ടുനാറിന്റെ ഇറച്ചിയില്ലേ? അത് അന്റെ വാപ്പാടെ നെഞ്ഞത്തുനിന്ന് അരിഞ്ഞെടുത്താണ് കേട്ടോ. മുട്ടുനാറിന്റെ ഇറച്ചി ഇന്റെ അടുത്തേക്ക് ചോദിക്കണ്ട. ഹംക കള്ള ഹിമാറേ, ഇവിടെ ഒരു മനസ്സ് വായി അറിയാൻ. അതെ നിക്ക് അല്ലാതെ ഞാൻ കാണിച്ചതാണോ ചങ്ങായി? അല്ല നിക്ക്. എന്താപ്പത്? മണ്ണുകെട്ടിന്റെ അമ്മേനെ ഞാൻ ആശുപത്രി കൊണ്ടു. എടാ അതെ, ഇത് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. ഞാൻ പോയാലേ ശരിയാവും. നീ പോയി കാശ് മേടിക്ക്. എന്റെ മനുമായിട്ട് ഇപ്പിക്ക് എന്റെ തുള്ളു ഞാൻ തുള്ളു. കള്ളു പിടിച്ചിട്ട് നീ ഉണ്ടായി അങ്ങനെ. പക്ഷെ പൈസ ഞാൻ മേടിക്കൂല. എന്താടാ മായ നീ ഇങ്ങനെ സംസാരിക്കില്ലേ? അപ്പളേ അമ്മേനെ നീ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോവാം. ഓ ഉണ്ണേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായി. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാചകത്തിലൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പോക്കും. 15-ാം തീയതി പരിപാടി നമുക്ക് പൊളിക്കണം. അതല്ലടാ, അടിപൊളിയാക്കണം. നിന്റെ ഒലത്തുണ്ടല്ലോ, ബീഫ് അടത്തില്ലടാ. ഭയങ്കര അഭിപ്രായമാണ് കേട്ടാ. സത്യം പറഞ്ഞ എനിക്ക് പുറക്കാതെ പോയ എന്റെ അടിയനാണ്. ഒരു സഹായം ചെയ്യണം. അയ്യോ ഒന്നുമില്ലല്ലോ പിതാവേ, പാപിയാ ഞങ്ങൾ കല്ലെറിഞ്ഞു. അല്ല അതെ ചേട്ടാ, എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുത് ഞങ്ങളെടുത്ത് അടിച്ച് പൈസ എല്ലാം തീർന്നു. നാളെ ഇതൊരു വരുമെങ്കിൽ എന്തെങ്കിലും തരാം. ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം തന്നെയല്ലേ? ഓ, വട്ടപ്പാറ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലും വട്ടപ്പാറയാണ്. ഇതും വട്ടപ്പാറയാണ്, ഇതും വട്ടപ്പാറയാണ്, അതും വട്ടപ്പാറയാണ്. ഇങ്ങോട്ട് നിന്ന ഇതും വട്ടപ്പാറയാണ്. ഒരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാണേ. വട്ടപ്പാറയില് എവിടെ? വട്ടപ്പാറയില് എവിടെയാണ് കൃത്യം സ്ഥലം എന്ന് എനിക്കറിയില്ല. ആരെ? സുഗതൻ എന്നാണ് ആളുടെ പേര്. സുഗതൻ? അതെ. ഈ ഓപ്ഷൻ എ മാവുമൂട് സുഗതൻ, ഓപ്ഷൻ ബി പ്ലാവുമൂട് സുഗതൻ, ഓപ്ഷൻ ഡി തേക്കുമൂട് സുഗതൻ, ഓപ്ഷൻ ഇ അയലമൂട് സുഗതൻ. ഇതിൽ ഏത് സുഗതനാണെന്ന് പറഞ്ഞാൽ പറയാം. അതിപ്പോ ഈ സ്ഥലം എവിടെയാന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അതാണ്. ആളെന്ത് ചെയ്യുന്നു? ആള് പിന്നെ ഡ്രൈവറാണ്. ഓ, ഈ 4 സുഗതന്മാരും ഡ്രൈവറാണ്, അതെനിക്കറിയാം. ഇയാള് പിന്നെ ഈ മറ്റേ ലോറി ഡ്രൈവറാ. അപ്പം മന്മേട്ടാ ഓപ്ഷൻ ബി മാവോട്ട് സുഗതൻ. അങ്ങനെ മാവുമൂട് സുഗതനാണെങ്കിൽ ഇവിടുന്ന് നേരെ പോവാ. നേരെ പോയി ഒരു 500 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിയാ. ലെഫ്റ്റ് തിരിഞ്ഞാല് അവിടുന്ന് നെല്ലെ ഒരു 50 മീറ്റർ മുമ്പോട്ടാവുമ്പോ മണ്ടത്തരം പറയുന്ന മന്മേട്ടാ. എന്തിന് ഐഡിയെല്ലാം പോകേണ്ട ആവശ്യം? പിന്നെ മനുഷ്യൻ വെറുതെ പോകേണ്ട ആവശ്യമുണ്ടാ? പിന്നെ എങ്ങനെ പോവും? ഒന്നും പോകണ്ട. ഈലേ പോയിട്ട് നമ്മൾ ഭാസ്കരേട്ടന്റെ വീടിന്റെ കയ്യാല കേറി തുള്ളിയിട്ട് അതിന്റെ തൊട്ടപ്പുറം പോയി കഴിഞ്ഞാല് ഇങ്ങോട്ട് വെക്ക് ഒരു കുളമുണ്ട്. ആ കുളത്തില് എല്ലാം കുളമാക്കുക. അതെ, കുളത്തിന്റെ അവിടെ ഇപ്പൊ മതില് വരുന്നുണ്ടല്ലോ മന്മേട്ടാ പറയുന്നത്. കുളത്തുനിന്ന് കേറി തുള്ളി ഇപ്പുറത്തെ സൈഡില് പോയിട്ട് ഒരു മതില്. എന്റെ ഉണ്ണി, ആ മതില് അതിന് കുളത്തിന് മുമ്പായിട്ട് മതില് കെട്ടി അവിടെ. പിന്നെ എങ്ങനെ മതില് കടന്നു പോവും? ഗേറ്റ് ഉണ്ടല്ലോ. ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റിന് പൂട്ടുണ്ടാ. ആര് പൂട്ട് മേടിച്ചു? പൂട്ടിട്ടു. പൂട്ടിട്ടു ഞാൻ ഇന്നലെ കണ്ടല്ലേ. എന്റെ വാർത്താൻ പറയാൻ കളവ് പറഞ്ഞു. നീ നിന്റെ ഉടായിപ്പിനെ മതിലാടി പോവും. സംസാരിക്കട്ടെ. ഞാനങ്ങ് പോയേക്കാം. ഇല്ല പറഞ്ഞുതരാം. കള്ളു കുടിച്ച് അനാവശ്യം പറയാൻ പാടില്ല. കള്ള് വയറ്റില് അത് നീ ഉണ്ണി, ഞാൻ ആദ്യമായിട്ടല്ല കള്ളു കുടിക്കണം. നീ എന്നെ ആ രീതിയിൽ നീ സംസാരിക്കല ഉണ്ണി. മരുമേട്ടാ നീ കളിക്കല്ല മരുമേട്ടാ. എന്താടാ അങ്ങനെ പറഞ്ഞത്? എന്താടാ നിന്റെ അമ്മേനെ നീ കൊണ്ടോ ആസ്പത്രിയിൽ? അറിയാമോ ഇവന് ഇത്ര ഉള്ളപ്പോ അടുത്തോണ്ട് എന്നാ നീ അങ്ങനെ ചെയ്യണം.
നിന്നെ ഉലക്കാൻ നീ പിള്ള പറ്റുകയല്ല. അതെ ഇവിടെ സുഗതൻ എന്ന് പറയുന്ന ഒരാളുടെ വീട് ഏതാണെന്നറിയോ? സുഗതനോ? ആ, ഡ്രൈവറാണ്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക അവര്. കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറാ. അപ്പൊ എനിക്ക് പരിചയമില്ല. ഞാൻ ഈ വഴിയൊക്കെ ഒരുപാട് ആളുകളോട് ചോദിച്ചു. അപ്പൊ അവരൊക്കെ തെറ്റിയിട്ട് പറഞ്ഞു തന്നു ചിലവര്. പിന്നെ ഒരുപാട് നടന്നു. സുഗതൻ അല്ലേ? ആ, ലോറി ഡ്രൈവറാ? ലോറി ഡ്രൈവറാ. അത്യാവശ്യം കഴിക്കണൊക്കെ കൂട്ടത്തിലാ? ആ, കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. മക്കളില്ല? കുട്ടികളില്ല. ഭാര്യയും മൂപ്പരും മാത്രം? അതെ അതെ അതെ. അതൊക്കെ മനസ്സിലായി. വഴി ഒന്ന് പറഞ്ഞു തന്നാ വലിയ ഉപകാരം. ആ, വഴി പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. കാരണം എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഊട് വഴികൾ, അത് കണ്ടില്ല ഞങ്ങള്? ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് ഊട് വഴികളാ. അപ്പൊ അത് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തൂല, നിങ്ങൾ കറങ്ങി പോകും. എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊന്നും അവിടെ എത്തുകയും വേണം. എനിക്കാണെങ്കിലേ 4 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു പണിയാ, ഞങ്ങൾ അവിടെ ആക്കി തരാം. എനിക്ക് ആ ബൈക്കാ പോണ്ട്. ഒന്ന് വലിയ ഉപകാരം. എന്നതാണല്ലേ? ഞാൻ പോവാട്ടോ. ആ, പോരി പോരി. അതും കുഴപ്പമില്ല. എന്താ വീട്? ആ, അതാ വീട്. ഞാൻ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുക, അപ്പോഴങ്ങളെ കണ്ടതേ. ആ, വേഗം വരി. ഇങ്ങോട്ട് ആഞ്ഞ് നടക്കിങ്ങോട്ട്. നിങ്ങളവിടെ ആക്കിയിട്ട് വേണ്ട എനിക്ക് പോവാൻ. വരി. ഓ, ഇനി എത്ര നടക്കണം? ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ. വരി. ഇവിടുന്ന് ഇനി 2ാമത്തെ വളം കൊണ്ട് കഴിഞ്ഞാല് നമ്മളെ പഴയ മുഖ്യമന്ത്രി നായനാരില്ലേ? നായനാര് വീട്. നായനാര് വീടിന്റെ ഇപ്പുറത്ത് കണാരേട്ടന്റെ വീട്. കണാരേട്ടന്റെ വീടിന്റെ വലതു ഭാഗത്ത് കുഞ്ഞമ്പൂന്റെ വീട്ടിൽ നിന്നായിരുന്നു പേര് ഒളിവിലുള്ളപ്പോ താമസിച്ചൊക്കെ അവിടെയാ. അല്ല, നായനാരെ വീട് കണ്ണൂരല്ലേ? നായനാര് വീടോ? അപ്പൊ ഇവിടെ ആരാ വീടാ? ഇവിടെയാണ് നായനാർ വീട്. കണ്ണൂരാണ്. പഴയ മുഖ്യമന്ത്രി നായനാർ വീട് ഇവിടെയാണ്. ഞാൻ പറഞ്ഞുതരാം. നായനാർ വീട്ടിൽ അവിടെ നിന്ന് പിന്നെ നമുക്കൊരു 500 മീറ്റർ ഉള്ളൂ അങ്ങോട്ട് ചുറ്റും. കഷ്ടിച്ചൊരു 500 മീറ്റർ. അപ്പോഴേക്ക് സുഗതന്റെ വീടെത്തും. നിക്കി അടക്കി. ഈ പാലം അറിയോ നിങ്ങക്ക്? ഇല്ല ഇല്ല. ആ, ഈ പാലത്തിന്റെ അടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കുഞ്ഞത്തേട്ടൻ ഒളിവ് സമയത്ത് പോലീസ് ഒന്നും കാണാണ്ട് ഒളിച്ചിരുന്നത്. ഇതിന്റെ അടിയിലാണ്. ഇവിടുന്ന് ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാം, ഞാൻ വേണമെന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുക. അല്ല, അപ്പൊ ഈ സുഗതന്റെ വീട്? സുഗതന്റെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുക. നീന്തൽ അറിയില്ലേ? നീന്തൽ അറിയോ? നീന്തലൊന്നും അറിയില്ല. നീന്തൽ അറിയില്ല. നീന്തൽ കുഴപ്പമില്ല, വലിയ ആഴമൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് മുങ്ങാങ്കുഴി ഇടുക. അപ്പൊ താഴോട്ട് ഇങ്ങനെ പോകുമ്പോ അവിടെ ഇങ്ങനെ കുറച്ച് റൂമുകൾ ഇങ്ങനെ കാണും. ആ മുറികൾ തല ഇങ്ങനെ കുനിച്ചിട്ട് അങ്ങോട്ട് കയറണം, ഇല്ലെങ്കിൽ തല മുട്ടും. ഇനി ഇങ്ങനെ താത്തുമ്പോ ചിലപ്പോ കൗത്ത് കുടുങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് നോക്കണം. ഇതിലാണ്ട് പോയാ മതി. അപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പോയാലോ എന്നാല്? ചാടിക്കോളൂല്ലേ? നീ നേരം വെക്കണ്ട, വേഗം പോയി കണ്ടോളൂ. ഇനി അവിടുന്ന് ദൂരം വൈക്ക് വന്ന് വരുന്നല്ലേ, പോയി കണ്ടിട്ട് പോയിക്കോളി.